ആഫ്രിക്കയിലെ ബ്രസീൽ എന്നാണ് ഞങ്ങളുടെ വിളിപ്പേര്. മത്സരത്തിന് മുമ്പ് അഷ്റഫ് ഹക്കീമി പറഞ്ഞ വാക്കുകളാണിവ. എന്നാൽ യഥാർത്ഥ ബ്രസീലിയൻ ബ്ലഡ് ടോണുകളെ കണ്ടപ്പോൾ പോലും കാൽപ്പടപ്പിലൂടെ ആത്മവിശ്വാസം ചോർന്നൊന്നും പോയിരുന്നില്ല ഹക്കീമിക്കും കൂട്ടർക്കും. എന്നാൽ പക്ഷേ ന്യൂയോർക്കിൽ കണക്കുകൾ അപ്പാടെ തോറ്റ രാത്രിയായിരുന്നു. വിജയിച്ചത് കാനറുകൾ തന്നെ. ചരിത്രവും പ്രവചനങ്ങളും മൊറോക്കോയുടെ ചുവന്ന കോട്ടയ്ക്ക് മുന്നിൽ കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു. പ്രതിരോധത്തിൻ്റെ അടിയുറച്ച കരുത്തും സമീപകാലത്തെ അജയ്യമായ ഫോമും അവരെ ബ്രസീലിനേക്കാൾ കാതുങ്ങൾ മുന്നിൽ നിർത്തി. കാനറുകളുടെ ചിറകറിയപ്പെടുമെന്ന കാൽപന്ത് ലോകത്തിലെ ചില പണ്ഡിതന്മാർ ഒന്നടങ്കം പ്രവചിക്കുകയും ചെയ്തു. എന്നാൽ ഇന്നോളം അവരുടെ കണക്ക് പുസ്തകത്തിലെ അക്കങ്ങൾക്കൊന്നും പ്രണയത്തിൻ്റെ ഭാഷ വശമില്ലല്ലോ. അത് കളിക്കളത്തിന് പുറത്തെ വായത്താളത്തോടും സമ്പാദിക്കാറില്ല. കാൽപ്പനികതയുടെ ഭദ്രമായ ഭ്രാന്തൻ ബ്രസീലിയൻ ചുവടുകൾ കൊണ്ടാണ് മറുപടി പറയൂ. പക്ഷേ ഇന്ന് ന്യൂജേഴ്സിയുടെ മൈതാനത്ത് പെയ്തിറങ്ങിയത് അത്തരമൊരു സെൽക്കാവോ കഥയൊന്നുമായിരുന്നില്ല. ആഫ്രിക്കൻ കരുത്തിൻ്റെ വൻമതിലുകളെ തകിടം മറച്ചുകൊണ്ട് ബ്രസീലിയൻ കാൽപ്പടപ്പുകൾ സാമ്പാർ നൃത്ത ചുവടുകളായി മാറുമെന്ന ധാരണ തെറ്റിയെങ്കിലും തങ്ങളെ എഴുതി തള്ളിയവർക്ക് മുന്നിൽ പന്തുകൊണ്ടവർ അല്പമെങ്കിലും കവിത എഴുതി. ആദ്യ ഗോൾ വരും മുന്നേ മൊറോക്കോയുടെ ഒഴുകുന്ന കളിയാണ് ഹൈലൈറ്റ്. എന്നാൽ ബ്രസീൽ അത് പതിയെ തങ്ങളുടെ ഗെയിമിംഗ് സിസ്റ്റത്തിലേക്ക് എത്തിക്കുന്നുമുണ്ട്. അവിടെയാണ് മധ്യനിരയുടെ വീക്ക്നെസ് മുതലാക്കി ബ്രസീലിൻ്റെ സെൻട്രൽ ഡിഫൻസിനെ പോലും കീറുന്തരം പാസ്. അത് ഗബ്രിയലിനെയും മാഗ്നൂസിനെയും നിസ്സഹതയിലേക്ക് തള്ളി. അലിസിൻ്റെ അഡ്വാൻറ്റേജ് ഇൻഫ്രണ്ട് മൂവിന് മുകളിലൂടെ ഇസ്മായിൽ സൈബയുടെ ചിപ്പിംഗ്. കണക്കുകളും പ്രവചനങ്ങളും ബ്രസീലിൻ്റെ പരാജയം ഉറപ്പിച്ചു കഴിഞ്ഞ നിമിഷം. എന്നാൽ വിനിയുടെ ഗോൾ തുളച്ചു കയറിയത് മൊറോക്കോയുടെ ആത്മവിശ്വാസത്തിൻ്റെയും പ്രവചനങ്ങളുടെയും നെഞ്ചും കൂടി തകർത്തായിരുന്നു. ആരാധകർക്കെല്ലാം നിരാശയാണ്. പക്ഷേ ഈ ബ്രസീൽ ടീമിൽ നിന്നും ഇത്ര മാത്രമേ അവരും പ്രതീക്ഷിച്ചുള്ളൂ. ഇന്നോളം കളി കാണാൻ പ്രേരിപ്പിച്ച പഴയ ബ്രസീലൊന്നുമല്ല ഇന്നവർ. പക്ഷേ കണക്കുകളെ തോൽപ്പിച്ച രാത്രിയായിരുന്നു ന്യൂജേഴ്സി സാക്ഷ്യം വഹിച്ചത്. മൊറോക്കോ അവരുടെ പണിയെടുക്കുന്നുണ്ട്. കനേറിയൻ പടയെ തെല്ലൊന്ന് വിറപ്പിച്ചും ഷോർട്ട് പാസുകൾ കൊണ്ട് വലച്ചതുമാണ് യാഥാർത്ഥ്യം. റഫിനിയുടെയും മറ്റും പെർഫോമൻസുകളെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പിൽ മധ്യനിരയുടെ കടിഞ്ഞാൻ വലിക്കാൻ മഞ്ഞ ജേഴ്സിയിൽ ഒരു അമരക്കാരുണ്ടായിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. മൊറോക്കോയുടെ മധ്യനിരയിലാകട്ടെ അയൂബ് ബോദി എന്ന ആ 18-കാരൻ്റെ അഴിഞ്ഞാട്ടം. സമനിലമതി എന്ന് ഉറച്ച കളി പുറത്തെടുക്കാൻ മൊറോക്കോയും ബ്രസീലും ശ്രമിക്കുമ്പോഴാണ് മത്സരം അവസാനിക്കുന്നത്. അതിൽ മുൻതൂക്കം മൊറോക്കോയുടെ കൂടെയും. കളി തീർന്നു. പ്രവചനങ്ങൾ അപ്പാടെ തിരുത്തപ്പെട്ടു. പക്ഷേ ഇപ്പോഴും ബ്രസീലിൻ്റെ കുറവുകളെക്കുറിച്ച് വ്യാകുലപ്പെടുന്നവർ ഒന്നോർക്കേണ്ടതുണ്ട്. ആഞ്ചലോട്ടിക്കും ബ്രസീലും ഇത് പഠിക്കാനും തിരുത്താനുമുള്ള ഒരടിയാണ്. വരും മത്സരങ്ങളിൽ കാണാൻ പോകുന്നതും അതിൽ നിന്നുള്ള വലിയ ഉയർത്തെഴുന്നേൽപ്പും. കാരണം ഫുട്ബോൾ എപ്പോഴും ജീവിക്കുന്നത് കണക്കുകളിലല്ല, ബ്രസീലിയൻ മാന്ത്രികതയിലാണ്. കാൽപന്ത് കളിയിലെ ആത്യന്തികമായ സത്യം ഇന്നും അന്നും ഒന്നു മാത്രം. ആ മാന്ത്രികതയ്ക്ക് മുകളിൽ മറ്റൊരു കരുത്തുമില്ല. അത് തിരിച്ചു കൊണ്ടുവരും എന്ന് തന്നെയാണ് ഈ കളിയുടെ സാരാംശം. മറുപുറത്ത് അവസാന 8ലേക്ക് എത്താനുള്ള കളിയുണ്ട് എന്ന മൊറോക്കോയുടെ ഉറച്ച പ്രഖ്യാപനവും. ബ്രസീൽ ഇവിടെ ആരംഭിക്കുകയാണ്. പാളിയത് മധ്യനിര തന്നെയാണ്. കളി മുഴുവയ്ക്കും വരെ മധ്യനിര നിയന്ത്രിക്കാൻ നിയോഗിച്ച ആർക്കും ഒടുക്കം വരെ കളിക്കാൻ സാധിച്ചില്ല എന്നത് തന്നെ ഉദാഹരണമാണ്. അതിൻ്റെ ഉത്തരം ഇരിക്കുന്നത് മറ്റൊരാളുടെ കാലിലുമാണ്. നെയ്മർ വരും വരെയുള്ളൂ ഈ വിമർശനങ്ങൾക്ക് തീപിടിക്കാതിരിക്കാനുള്ള ആയുസ് പോലും. അതെ, ബ്രസീൽ വരും. മഹാഭാരതത്തിലെ അക്ഷൗണിപ്പട പോലെ സർവ്വ നിയമങ്ങളും സെയിമുകളും ഭേദിച്ച് പ്രവചനങ്ങൾക്കും കമ്പ്യൂട്ടർ മാത്തമാറ്റിക്സുകൾക്കും മുകളിൽ നിന്നൊരു കനേറിയൻ നൃത്തം കൊണ്ട് ബ്രസീൽ അമേരിക്കയിൽ ഉദിച്ചു നിൽക്കും. ആ നാളുകൾ വിദൂരമല്ല. വിമർശനത്തിനായി തയ്യാറാക്കിയ എഴുത്താണിയിലും കടലാസുകളിലും തീപിടിക്കും തരം മാസ്മരികത പിറക്കുക തന്നെ ചെയ്യും. കാരണം ഇത് ബ്രസീലാണ്.